ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ധീര വനിതയെക്കുറിച്ച് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇന്ന് സുനിത വില്യംസ്, നമുക്കറിയാം വെളുപ്പിനോടുകൂടി നാളെ ഭൂമിയിലേക്ക് എത്തുമെന്നുള്ളത്. വെറും 7 ദിവസത്തെ ഒരു ബഹിരാകാശ പ്രവർത്തനത്തിനായി യാത്ര പുറപ്പെട്ട സുനിത വില്യംസിന് സാങ്കേതിക തകരാറുകൾ മൂലം 8 മാസക്കാലം ബഹിരാകാശത്ത് കഴിയേണ്ടി വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സുനിത വില്യംസിനെയും അതുപോലെ കൂടെയുള്ള സഹപ്രവർത്തകനെയും ഓർക്കുന്നു. 2 പേരും വില്യമിനെയും ഓർക്കുകയാണ്. 2 പേർക്കും വലിയ ഒരു സല്യൂട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ സുനിത വില്യംസിനെ പോലെ എത്ര ധീരയായിട്ടുള്ളൊരു വനിത ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ധീര വനിത. ഒരു ഇന്ത്യൻ കപ്പിൾസിന്, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കപ്പിൾസിന് അമേരിക്കയിൽ ജനിച്ച ഒരു മകളാണല്ലോ സുനിത വില്യംസ്. അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആൾക്കാരൊക്കെ എല്ലാവരും മീഡിയ വഴിയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അവരുടെ സാമ്പത്തിക ഭദ്രതയും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ വരുമാനവും കാര്യങ്ങളെല്ലാം അറിയാം. അതേപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് ഇനി മാസങ്ങളോളം അവർക്ക് കിട്ടേണ്ടതായ ട്രീറ്റ്മെൻറ്റുകൾ, നോർമലായിട്ട് അവർക്ക് വേണ്ട കെയറുകളൊക്കെയും അതിനെക്കുറിച്ചൊക്കെ മീഡിയ വഴിയൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി. എന്താണെന്ന് പറഞ്ഞാലും വളരെ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അവർ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന റെക്കോർഡ്. അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീ സമൂഹത്തിനും വലിയ ഒരു പ്രൈഡായിട്ട് തന്നെ അത് ചിന്തിക്കാവുന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലുള്ള അങ്ങനെയുള്ള പ്രശ്നം എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതിന് മുമ്പില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയമുള്ളപ്പോൾ ഇങ്ങനത്തെ വലിയൊരു ദൗത്യം ചെയ്ത് ആ മഹിതയെ നമ്മൾക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങളെല്ലാം വന്നിട്ട് മീഡിയയിലൊക്കെ കണ്ടതാണ്. എന്നാൽ എല്ലാവരും ഏകദേശം മറന്നിരിക്കുന്ന ഷൈനിയെയും അവരുടെ 2 പെൺമക്കളെയും ട്രെയിനിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിനെ ഒടുക്കിയ ആ സംഭവം നമ്മളെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യമാണ്. ഏറ്റവും നിരാശപ്പെട്ട് ജീവിതമേ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ലോകത്തെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു സ്ത്രീയാണല്ലോ അവർ ഷൈനി. ഹസ്ബൻഡും കുടുംബവും എല്ലാവരും ഉണ്ടായിട്ടും നിരാശയും അതുപോലെ തന്നെ നിരാലംബയായിട്ടും മാറിയ ആ കാര്യം നമ്മൾക്ക് നാണക്കേടുണ്ടാക്കുന്നതാണെന്നുള്ളത് മാത്രമല്ല, മനസ്സിനെ വളരെ കീറിമുറിക്കുന്ന വേദന ഉണ്ടാക്കുന്നതുമാണ്. ആ മക്കളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ഒന്നും അറിയാതെ അവർ മാറ്റപ്പെട്ടു. അവരുടെ അമ്മയും വിദ്യാഭ്യാസവും കാര്യമൊക്കെ ഉണ്ടായിട്ടും ഈ ലോകത്തിലെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഷൈനിയുടെ കാര്യത്തെക്കുറിച്ച് പലരും വീഡിയോസ് ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ 2 തരത്തിലത് ചിന്തിക്കണം എന്നുള്ള, ഒന്ന് ആത്മീയമായിട്ടും അത് മറ്റൊന്ന് ലൗകികമായിട്ടും, അതായത് വേൾഡ്ലി ആയിട്ടും സ്പിരിച്വലി ആയിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പലരും അവരുടെ കുടുംബത്തെയൊക്കെയും കുറ്റപ്പെടുത്തുകയും ഒരു പുരോഹിതനും കന്യാസ്ത്രീകളും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള, അത് വളരെ സങ്കടമുള്ള കാര്യമാണ്. കാരണം അവരുടെ എന്താണോ അവർക്ക് ഈ ലോകത്തിലെ മറ്റുള്ള ജനങ്ങളോടുള്ള ചെയ്യാനുള്ള അവരുടെ ആ ഡ്യൂട്ടി എന്നുള്ളത് അതവരുടെ കുടുംബത്തെ പോലും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവം മുമ്പാകെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. എതിർപ്പുകളെ മറികടന്ന് ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെയും അവളുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു പുരോഹിതനോ അല്ല കന്യാസ്ത്രീക്കോ ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ജീവനെടുക്കുക എന്നുള്ളതോ നിരാശയിലേക്ക് കടന്നു പോകുക എന്നുള്ള അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാതെ
നമ്മളെ ഇതുവരെയും നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയുക. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞും കഷ്ടത്തിലുള്ളവർ എങ്ങനെ ഓവർകം ചെയ്ത് ആ കാര്യങ്ങളൊക്കെ മറികടന്ന് അവർ ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ അതിനായിട്ട് നമ്മൾ വായനാശീലമൊക്കെ വളർത്തിയെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എത്ര ആ ഷൈനിയെ ഞാൻ കുറ്റം ഒരിക്കലും പറയത്തില്ല. അവരൊരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടുമൊക്കെയാണ്, ശരിയാണ്. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. അതായത് നമ്മൾ ബൈബിളിൽ പഴയ നിയമം രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം വന്നിട്ട് സാരാഫാത്തിലേക്ക് പോകുവാനായിട്ട് പറയുന്നു. സാരാഫാത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വിധവയുടെ വീട്ടിൽ അവർ നിനക്കായിട്ട് ഭക്ഷണം കരുതിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഏലിയാവിനെ പറഞ്ഞു വിടുന്നു. അവിടെ ഏലിയാവിനെ പറഞ്ഞു വിടാനായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഈ വിധവയായ സ്ത്രീ ഇസ്രയേലിൽ അന്നത്തെ അതികഠിനമായ ക്ഷാമം നിമിത്തം അവർക്ക് ഒന്നുമില്ല. അവരും ഒരു വിധവയാണ്, അവരും അവരുടെ ഒരു മകനുമേ ഉള്ളൂ. അവർക്ക് വന്നിട്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടായിട്ട് അവരൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്ന് ഒരു നേരത്തിനുള്ള ആഹാരമുണ്ട്, അത് ഒരു വിറക് പെറുക്കിക്കൊണ്ട് വന്ന് അത് അപ്പം ഉണ്ടാക്കി താനും തൻ്റെ മകനും ഭക്ഷിച്ചിട്ട് രാത്രിയിൽ അവർ മരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തിരുന്നു. എന്നാൽ അവർ എടുത്ത തീരുമാനം അവരുടെ ഹൃദയത്തെയും ദൈവമായ യഹോവ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ യഹോവ തൻ്റെ പ്രവാചകനെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. നീ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുക, അവരുടെ ഭവനത്തിൽ നിനക്കായി ഭക്ഷണം കരുതിക്കൊള്ളുമെന്ന്. യഹോവയുടെ അനുഗ്രഹം ആ പ്രവാചകനിൽ കൂടി ആ കുടുംബത്ത് നടന്നു നോക്കുകയും നമ്മളത് വായിക്കുമ്പോൾ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു നേരത്തെ ആ സ്ത്രീ ആരെന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടോ കാര്യങ്ങളോ ഒന്നും ഏലിയാവിന് അറിയില്ലായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തൊരു വീട്ടിലേക്ക് ആ പ്രവാചകനെ ദൈവം പറഞ്ഞയച്ചത് ആ 3.5 വർഷക്കാലം വീണ്ടും മഴ വന്ന് അവർക്ക് നല്ല ആ മഴയില്ലാതെ 3.5 വർഷക്കാലത്തെ ക്ഷാമത്തെ അതിജീവിച്ച് അതുവരെയും അവരുടെ ആ വിധവയുടെയും അവരുടെ മകൻ്റെയും കുടുംബത്തെ പോഷിപ്പിക്കാനും കൂടിയായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകനെ ഭക്ഷണം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ കുടുംബത്തെ ദൈവം രക്ഷിക്കാനായിട്ട്, അവരെ മരണത്തിൽ നിന്നും വിടുവിക്കാനായിട്ടാണ് ദൈവം പ്ലാൻ ചെയ്തത്. അന്ന് ഏലിയാവ് അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അന്ന് രാത്രി ആ വിധവയും അവരുടെ മകനും മരണത്തെ കൈവരിച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസമായിരുന്നു പോയിരുന്നെങ്കിൽ ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറഞ്ഞ് പോലെ നമുക്ക് ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെയും ആ ജീവിതം നോക്കുമ്പോൾ വളരെ നിരാശപ്പെടുത്തുന്നതായ ഒരു ന്യൂസായിപ്പോയി. നമ്മുടെ ഇത്രയും പുരോഗമിച്ച കേരളം, ഞാൻ കേരളത്തിൽ നിന്നല്ല ഇത് പറയുന്നത്, നമ്മളുടെ ന്യൂസുകളിൽ കൂടെയും പേപ്പറുകളിലൂടെയൊക്കെ എല്ലാം കാണുമ്പോൾ ആ ജനത്തിനുള്ളതായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മലയാളികൾക്ക് കേരളത്തിനുള്ളത് അത്രയും സൗകര്യങ്ങളില്ലാത്ത സ്റ്റേറ്റുകളിലാണ് അനേകരിന്ന് താമസിച്ചിട്ട് അവരവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ വളരെയധികം നിരാശപ്പെട്ടു പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ധൈര്യം കൈവിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല എന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കാനായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു, ഈ ലോകത്ത് ഇന്നും ഉണ്ടെന്നുള്ള ആ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ എല്ലാ വിചാരങ്ങളെയും നമുക്ക് ദൈവത്തോട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളെ നമ്മൾ ദൈവത്തോട് മനുഷ്യനോട് പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനം. ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും, നമ്മളെ നല്ല വഴി നടത്തി നമ്മളെ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കുന്നവനാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരു ദിവസം ഞാൻ ആശംസിക്കുകയും ആരും നിരാശപ്പെട്ടു പോകരുത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള വിൽ പവർ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമുള്ളതാണ്. അത് ഏറ്റവും പ്രഷ്യസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് തിരിച്ച് ഈ ഭൂമിയിൽ വന്ന് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് കർത്താവേ, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം നീ എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടമായാലും സുഖമായാലും നമ്മളായിട്ട് നമ്മുടെ ജീവനെ ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ സുനിത വില്യംസിനെ ഓർത്തു കഴിഞ്ഞാൽ 8 മാസക്കാലം സ്പേസിൽ അവർ ജീവിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അത്ര മാത്രം പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ജീവിച്ച് അങ്ങനെ വലിയൊരു മഹിള, ഒരു വനിതാ രത്നം ഭൂമിയിലേക്ക് ആഗമനം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും
സുനിത വില്യംസിനെ സ്വീകരിക്കാം. ബൈ ടു ഓൾ. ബൈ. എല്ലാവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ബൈ ടു ഓൾ. ബായ്.